അല്ല ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഇപ്പം ഞങ്ങളോടൊക്കെ ഇവർ പറയുന്നത് CSR ഫണ്ട് ഇനിയും വരാനുണ്ട്, ടാറ്റയുടെ ഫണ്ട് വരാനുണ്ട്, ബിർളയുടെ ഫണ്ട് വരാനുണ്ട്. ഈ ഫണ്ട് വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ ഇത് ഒരുമിച്ച് എല്ലാ അപേക്ഷകളും കൂടിയത് കൊണ്ട് ഞങ്ങൾക്കിത് തരാൻ പറ്റില്ല. അപ്പൊ സാധാരണക്കാരോട് പറയുന്ന പോലെയല്ലോ. അല്ല അതല്ല ഞങ്ങളോട് അല്ല ശരിക്കും അതാണ് സംഭവം. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാര് ഇപ്പൊ നമ്മളെ പഞ്ചായത്തുകളിലൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നം, ഇപ്പൊ പല പഞ്ചായത്തുകളിലും ഒരു പദ്ധതി പോലും നടപ്പാക്കാനുള്ള ഫണ്ടില്ല. അപ്പൊ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, എല്ലാ പാർട്ടിയിലും. ഇപ്പൊ CPM എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, എത്ര പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവരൊന്നുതിൽ ഞാൻ ഒരിക്കലും അവരെ അവിശ്വസിക്കുന്നില്ല. കാരണം എന്താ അറിയോ, അവരൊക്കെ നമ്മളെ നാട്ടിലേക്ക് ഒരുപാട് ഞങ്ങൾ കൊടുത്തത് പ്രൊഫഷണൽ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ബയോടെക്നോളജിക്ക് പഠിക്കുന്ന കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ, അവർക്കാണ് മുൻഗണന കൊടുത്തത്. അതുപോലെ തന്നെയാണ് എല്ലാ പാർട്ടിയിലെയും ജനപ്രതിനിധികളൊക്കെ ഇതിന്റെ പിന്നിൽ നിന്ന് കൈകാര്യം ചെയ്ത പണം ഒരു തട്ടിപ്പിലൂടെ ശേഖരിച്ച ഒരു പണം കൂടിയാണ്. അപ്പൊ അത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ലേ? അല്ല, തട്ടിപ്പിലൂടെ ശേഖരിച്ച പണം എന്ന് ഇപ്പോൾ ഇത് പുറത്തു വരുന്നത്, നമ്മളിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സംഗതി കിട്ടുന്നു. ഇപ്പം ഇത് ആദ്യം തന്നെ കിട്ടാതിരുന്നുവെങ്കിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞത് ഒരു തട്ടിപ്പാണെന്ന് സംശയിക്കാം. ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് കാലം, ഇപ്പം ഞാൻ സായി കേന്ദ്രത്തിലേക്ക് ഞങ്ങളിതിൽ അല്ല അങ്ങനെയല്ല. ഇപ്പൊ ഇതില് അല്ല ഞാൻ പറയട്ടെ, അല്ല ഇതിലെ ഒരു കാര്യം അല്ല ഞാൻ പറയാം. അല്ല ഒരിക്കലും ഇല്ല. നമുക്കിതിലെ തട്ടിപ്പുകാർ പുറത്തു വരണം. നമ്മളിപ്പോഴും പറയുന്നത് എന്താണ്, ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും DGPയോടും ആവശ്യപ്പെട്ടത് ഇത് അല്ല അത് നമ്മൾ അത് ആർക്കും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഇവർ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് എന്താണ്, ഇപ്പോൾ സായി കേന്ദ്രം കാണിച്ചു, സായി കേന്ദ്രം കാണിച്ചിട്ട് സായി കേന്ദ്രത്തിന്റെ മേധാവിയായിട്ടുള്ള ശ്രീ അനന്തകുമാർ എന്നോട് പറഞ്ഞു 25 ഏക്കർ ലാൻഡിലെ വലിയ സംവിധാനങ്ങൾ നിങ്ങൾക്ക് പോയിട്ട് പരിശോധിക്കാം, തിരുവനന്തപുരത്ത് ടൗണിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ സ്വരൂപിക്കുന്നത് CSR വഴിയാണ്. ശരിയാണ്. ഇപ്പം ഞങ്ങൾക്ക് 80G സർട്ടിഫിക്കേഷൻ ഉണ്ട്, 12A സർട്ടിഫിക്കേഷൻ ഉണ്ട്, CSR ഫസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾക്കിതെല്ലാം ഇതുപോലെ നമുക്ക് CSR വഴി ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഗവൺമെൻറ് റൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫണ്ട് വലിയ തോതിൽ ഇപ്പം ഇന്ത്യ ആകെ പടർന്നു നിൽക്കുന്ന എത്ര NGOs ഉണ്ട്. ആ NGOs ഒക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരം CSR ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ ഈ CSR ഫണ്ട് വഴി ജനങ്ങൾക്ക് ചെയ്ത കാര്യമാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു. ഇപ്പോൾ ഈ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഇത് വിമൺ ഓൺ വീൽസ് എന്ന് പറയുന്ന പരിപാടി സ്കൂട്ടർ കൊടുക്കുന്നത്, ഞങ്ങൾ സ്കൂട്ടർ വളരെ കുറച്ചാണ് ഞങ്ങളെ മണ്ഡലത്തിൽ ആവശ്യപ്പെട്ടത്. കാരണം ഞങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്തത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക എന്നുള്ള നിലക്കായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്ത്രീകളെ എംപവർ ചെയ്യുക എന്നുള്ള ഒരു സതുദ്ദേശത്തിലായിരുന്നു. പക്ഷേ ഇതിൽ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഞങ്ങളെ അപ്പോൾ ഏകദേശം നമ്മളൊരു സെപ്റ്റംബർ മാസത്തിലാണ് ലാസ്റ്റ് പണം കൊടുക്കുന്നത്, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ. അല്ല ഞാൻ പറയട്ടെ, ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുമ്പോൾ ഞങ്ങൾ അവരോട് പറയുമ്പോൾ ഇത് സാധനം കിട്ടാതിരിക്കുന്നതാണല്ലോ നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ പോലീസ് പരാതി കൊടുക്കും. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ CSR ഫണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ CSR ഫണ്ട് വന്നിട്ടല്ലേ തന്നത്, ഞങ്ങൾ CSR ഫണ്ട് വരികയാണ്. അപ്പോൾ ഇത് ഓൺ റൂട്ടാണ്, CSR ഫണ്ട് പാസ്സായിട്ടുണ്ട്, ഇത് നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെന്ന നിലക്ക് അല്ല പരാതി ഞങ്ങൾ നേരത്തെ കൊടുത്തു.